ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശ് സ്വീകരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജൂലൈ 3 ഇന്ന് സഭ വിശുദ്ധ തോമസ് ശ്ലീഹായുടെ ദുഃഖറോനോ ആചരിക്കുന്ന ദിവസമാണ്. പാരമ്പര്യത്തിൽ ജൂലൈ 3-ാം തീയതിയാണ് അദ്ദേഹം കുന്തമേറ്റ് ഈ ലോകവാസം വെടിഞ്ഞത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ പാരമ്പര്യത്തിൽ എഴുതിയിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ കൂടി തോമസ് ശ്ലീഹായെക്കുറിച്ച് ഞാൻ ഇവിടെ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ തോമസ് ശ്ലീഹായ്ക്ക് ദിദിമോസ് ഇരട്ട എന്നും യഹൂദ എന്നും 2 പേരുകൾ കൂടി ഉണ്ടായിരുന്നു. തൻ്റെ സഹോദരനായ അദായോടുകൂടെ ഇരട്ട പിറന്നവൻ എന്നും അർത്ഥത്തിലാണ് തനിക്ക് ആ പേരുണ്ടായതെന്നും അല്ല, അദ്ദേഹത്തിൻ്റെ 2 വിരലുകൾ ചേർന്നിരുന്നത് കൊണ്ടാണ് അങ്ങനെ വിളിക്കപ്പെട്ടതെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ചുരുക്കത്തിൽ യഹൂദ എന്നുള്ളത് തൻ്റെ 1-ാമത്തെ നാമവും തോമസ് എന്നത് തൻ്റെ 2-ാമത്തെ നാമവും ആയിരുന്നു. അദ്ദേഹം ഗലീല ദേശക്കാരനായിരുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 11-ാം അധ്യായം 16-ൽ പറയുന്നുണ്ട്. തോമസ് ശ്ലീഹ യേശുവിനോടൊപ്പം മരിക്കേണ്ടതിന് അവനോടൊപ്പം യഹൂദ്യയിലേക്ക് പോകാൻ തയ്യാറായി എന്നാണ് നാം പാരമ്പര്യത്തിൽ പഠിക്കുന്നത്. തോമസ് ശ്ലീഹായ്ക്ക് വേണ്ടി യേശു ശിഷ്യന്മാരുടെ നടുവിൽ 2-ാമതും പ്രത്യക്ഷനായി എന്നുള്ള വിവരവും വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കും. തോമസ് ശ്ലീഹ കുറേ കാലം പാലസ്തീനിൽ സുവിശേഷം അറിയിച്ചു. അതിനുശേഷം ഇന്ത്യയിലെത്തി. AD 52-ൽ മാർത്തോമാ ശ്ലീഹ കേരളത്തിൻ്റെ തീര തുറമുഖമായ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങി എന്നാണ് കരുതുന്നത്. മലങ്കരയിൽ അദ്ദേഹം കൊല്ലം, കൊടുങ്ങല്ലൂർ, പാലൂർ, പറവൂർ, ഗോക്കമംഗലം, ചായൽ, നിരണം എന്നീ 7 സ്ഥലങ്ങളിൽ പള്ളി സ്ഥാപിക്കത്തക്കവണ്ണം ഫലപ്രദമായ രീതിയിൽ സുവിശേഷം അറിയിച്ചു എന്ന് പാരമ്പര്യം പറയുന്നു. മലങ്കരയിൽ നിന്നും തോമസ് ശ്ലീഹ ചൈനയിലും പോയി സുവിശേഷം അറിയിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അവിടെ നിന്നും മദ്രാസിനടുത്ത് ആണ് അദ്ദേഹം തിരികെ വന്നത്. മദ്രാസിനടുത്തുള്ള മൈലാപ്പൂരിൽ എത്തി. അവിടെ വെച്ച് മതഭ്രാന്തന്മാരായ ക്രൈസ്തവ വിരോധികൾ അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. AD 72 ഡിസംബർ 18-ാം തീയതിയാണ് കുന്തമേറ്റത്. എന്നാൽ സ്വർഗാരോഹണം ചെയ്തത് 21-ാം തീയതിയാണ് എന്ന് പാരമ്പര്യമുണ്ട്. അതല്ല, ജൂലൈ 3-ാം തീയതിയാണ് മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വം എന്ന് നമ്മുടെ സഭ വിശ്വസിക്കുന്നു. പാരമ്പര്യത്തിൽ അത് എഴുതിയിട്ടുമുണ്ട്. ഭൗതിക ശരീരം മൈലാപ്പൂരിലെ കലാമിന പട്ടണത്തിനരികെ ചിന്നമലയിൽ സംസ്കരിക്കപ്പെട്ടു എന്ന് ഐതിഹ്യം പറയുന്നു. AD 394-നോടടുത്ത് തോമസ് ശ്ലീഹായുടെ തിരുശേഷിപ്പുകൾ ഇന്ത്യയിൽ നിന്നും എഡേസ ഉറഹായിലേക്ക് കൊണ്ടുപോയി പിൽക്കാലത്ത് അവിടെ നിന്നും മൂസായിൽ കൊണ്ട് സ്ഥാപിച്ചു എന്നും ചരിത്രം പറയുന്നു. എന്തായാലും തോമസ് ശ്ലീഹ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് നമുക്ക് സുവിശേഷം അറിയിച്ചതിനാൽ നാം ഓരോരുത്തരും ഇന്ന് നമ്മുടെ പിതാക്കന്മാർ അത് സ്വീകരിച്ചതിനാൽ നമ്മൾ ഇന്ന് അതിനെ അനുകരിക്കുന്നതിനാൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 12 ശ്ലീഹന്മാരിൽ കണ്ടു വിശ്വസിച്ചവനാണ് തോമസ് ശ്ലീഹ എന്നുള്ള വിവരം നമുക്ക് ഏവർക്കും അറിയാം. ആ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുള്ളവനും ആയിരുന്നു എന്ന് നമുക്കറിയാം. അതുകൂടാതെ വിശുദ്ധ കന്യമറിയാമിൻ്റെ അവസാന നാളുകളിൽ കന്യമറിയാം ഈ ലോകവാസം വെടിയാറായപ്പോഴേക്കും തോമസ് ശ്ലീഹ അവിടെ തിരികെ എത്തുകയും അതിനുശേഷം കന്യമറിയാം സ്വർഗാരോഹണം ചെയ്ത അവസരത്തിൽ കന്യമറിയാമിൻ്റെ ഉറാറ താഴെ വീഴുകയും അത് തോമസ് ശ്ലീഹായ്ക്ക് ലഭിക്കുകയും ചെയ്തു എന്നും ഒരു ഐതിഹ്യമുണ്ട്. എന്തായാലും തോമസ് ശ്ലീഹ
കർത്താവിൻ്റെ പ്രിയന്മാരിൽ ഒരാളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം തോമാശ്ലീഹായാൽ പല അത്ഭുത പ്രവൃത്തികളും ഇന്ത്യയിൽ വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയതും ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നതിനായിട്ട് നിയോഗിച്ച ഒരു ശ്ലീഹ ആയിരുന്നു തോമാശ്ലീഹ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ദുഃഖ്രോനോ ദിവസം നമുക്ക് അവനിൽ ശരണപ്പെട്ട് അവൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നാം എല്ലാവരും നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥന ശരിയായ രീതിയിൽ നടത്തുന്നവരും ആയിരിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.